ഡാഡി നല്ല ചൂട് ചപ്പാത്തി മുട്ടക്കറി ഉണ്ട്. വാ പെട്ടെന്ന് കഴിക്കാം. വാ. ഡാഡിക്ക് വിശപ്പില്ല, മക്കള് പോയി കഴിച്ചു. അമ്മ ഡാഡിക്ക് വിശപ്പില്ലാന്ന്. അപ്പൊ എനിക്കും വേണ്ടേ? എടാ എനിക്ക് വിശപ്പില്ലാത്തോണ്ടാണ് ഞാൻ വേണ്ടാന്ന് പറഞ്ഞത്. നീ പോയി കഴിക്ക്. അത് കുഴപ്പമില്ല. ആര് പറഞ്ഞു? കുഴപ്പമില്ല. അങ്ങനെ നീ പട്ടിണി ഒന്നും ഇരിക്കണ്ട. അതൊന്നും അല്ല. പിന്നെന്തോന്നു? ഡാഡി എല്ലാരും കുറ്റപ്പെടുത്തിയോണ്ട് ഡാഡിക്ക് ഒരു വിഷമമുണ്ട്. എന്നാലും പറഞ്ഞു അങ്ങനെ വിഷമമൊന്നുമില്ല ഡാഡിക്ക്. ഡാഡിക്ക് വിശപ്പില്ല, വിഷമവും ഇല്ല, വിശപ്പും ഇല്ല, രണ്ടും ഇല്ല. അതുകൊണ്ടാണ്. മക്കള് പോയി കഴിയടാ. തക്കടോ അവിടെ എടുത്തു വെച്ചേക്കുന്ന പോയി കഴിച്ചേ. ചെല്ല് ചെല്ല്, ഓടി ചെല്ല്. വാ കഴിക്കാം. എനിക്ക് വേണ്ട. വല്ലവനോടുള്ള വാശിക്ക് കഴിക്കാതിരുന്ന അവനവന്റെ ദേഹത്തിനെ കുഴപ്പമുണ്ടാവുള്ളൂ. കുഴപ്പമില്ല, ഒന്നും സംഭവിക്കില്ല. ഒരു രാത്രി കഴിച്ചില്ല എന്നും പറഞ്ഞിട്ടൊന്നും സംഭവിക്കാനൊന്നും പോണില്ല. പണ്ടൊരു പൊടിമീശക്കാരനുണ്ടായിരുന്നു, സൈക്കിളിലൊക്കെ ഇങ്ങനെ വരുന്നത്. എപ്പോഴും ഇങ്ങനെ രാഷ്ട്രീയമൊക്കെ പറഞ്ഞു ഭയങ്കര വീരശൂരനായിട്ടുള്ള ഒരാള്. ആ മനുഷ്യന്റെ വീരശൂരത്വം കാണാൻ വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ പറയുമ്പോൾ അത് കായാക്കി എടുത്ത് പട്ടിണി നിന്നാ എനിക്കും സഹിക്കാൻ പറ്റില്ല. എനിക്ക് അപ്പോഴേ അറിയായിരുന്നല്ലോ എൻ്റെ ക്ലീറ്റോയും പാർട്ടിക്കാരെല്ലാവരും കൂടി ചേർന്ന് അവനെ ഏത് മാളത്തിൽ പോയി വിളിച്ചാലും തിരിച്ചു കൊണ്ടുവരുമെന്ന്. അതിനൊക്കെയുള്ള ധൈര്യം എൻ്റെ ക്ലീറ്റോനുണ്ടെന്ന് എനിക്കറിയാം. എന്നിട്ട് ഇപ്പൊ പട്ടിണിക്ക് പാട് കിടക്കുക. എനിക്കൊന്നും കൊണ്ട് സഹിക്കാൻ പറ്റില്ല. അതുകൊണ്ടൊന്നുമല്ല. പിന്നെ അങ്ങനെ അല്ല, ഞാനേ വിശപ്പ് സത്യത്തില് ഇല്ലാതെ ഇല്ല. കണ്ണു കണ്ടാ അറിയാം നല്ല വിശപ്പുണ്ട്. ചപ്പാത്തിയേ നീ തേച്ച ചപ്പാത്തി ഉണ്ടോ? നീ തേച്ച് തരാം. 2 നെയ് തേച്ചത് അങ്ങനെ. എന്നാ പിന്നെ 2 എന്നാ പിന്നെ ഒരു മുട്ട പുളിസയും കൂടി ഉണ്ടാക്കട്ടെ. മുട്ടക്കറിയല്ലേ ഉള്ളത്? അറിയില്ലേ സിംഗിൾ വിളിക്കണത്? ക്ലീറ്റ് കൊടുക്കണ്ട, ഞാൻ പറഞ്ഞോളാം അവനോട്. എന്നാടാ ആളിയൻ ഉറങ്ങി? എന്താ നേരത്തെ ഉറങ്ങാൻ പറ്റൂലേ? അല്ലാതെ നിങ്ങക്ക് ഇനി അങ്ങനെ വല്ല നിയമം ഉണ്ടോ ഉറങ്ങാൻ പാടില്ല എന്ന്? ഓ എന്റെ പൊന്നു കൂടപ്പിറപ്പേ, അമ്മായിയമ്മയും മരുമോളും നല്ല രീതിയിൽ തന്നെ അവിടെ ഉണ്ട്. ഇനി നീ പറഞ്ഞ് പുതിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ നിൽക്കണ്ട. അതങ്ങനെ അല്ലെങ്കിൽ ക്ലീറ്റോ കൊണ്ടുവരുമെന്ന് അറിയാലോ. എടാ, ക്ലീറ്റോന്റെ പാർട്ടിക്കും ക്ലീറ്റോനുള്ള പിടിപാട് നിനക്ക് വല്ലതും അറിയാവോ? അവനിനി നീയൊന്നും വിചാരിച്ചിട്ട് കാര്യമില്ല. അവനിനി ഏത് ബംഗാളിലോ ബംഗ്ലാദേശിലോ പോയി ഒളിച്ചാലും എന്റെ ക്ലീറ്റോ മുമ്പിൽ നിന്ന് ക്ലീറ്റോന്റെ പാർട്ടിയായിട്ട് അവനെ തിരിച്ച് നാട്ടിൽ കൊണ്ടുവരും. ഇല്ല, നീ വെച്ചിട്ട് പോയിക്കേ കനക. ഒന്നും പറയണ്ട. പറയാനുള്ളൊക്കെ ഇനി നാളെ പറഞ്ഞാൽ മതി. പോ. അവനങ്ങ് വയ്യ അങ്ങോട്ട്. പിന്നെ ഇവിടെ പോയി വിളിച്ചാലും ഞാനും എൻ്റെ പാർട്ടിയിൽ കൊണ്ടുവരുമെന്ന് നീ ഇങ്ങനെ 2 പ്രാവശ്യം പറഞ്ഞത് അത് ആക്കി പറഞ്ഞല്ലേ? അല്ല, പറച്ചിലിന്റെ തൊലിയിൽ എനിക്ക് അങ്ങനെ ഒരു തോന്നുന്നില്ല. ചിലപ്പോ ഞാൻ അവനോട് പറഞ്ഞപ്പോ എനിക്ക് അങ്ങനെ തോന്നി. എന്നാലും ഞാൻ അവനോട് 2 വർത്താനം പറയാനുള്ളതായിരുന്നു. ആയിരുന്നല്ലേ? ആയിരുന്നു. അല്ലെങ്കിൽ വേണ്ട, ഇത്രയും രാത്രിയില്ലേ, നാളെ പറയാം. നാളെ ഇഷ്ടംപോലെ സമയമുണ്ടല്ലോ. നാളെ അവന്റെ ചെവിയും ക്ലീറ്റോന്റെ വായു ആയിരിക്കണം. അവൻ ലീവാ നാളെ കേട്ടോ.